മോർണിംഗ്. ഞാൻ നേരം പരപ്പര വിളക്കുന്നതിന് മുമ്പ് റെഡിയാകുന്ന വേറൊന്നും കൊണ്ടല്ല. ഇന്ന് ഫ്രണ്ട്സുമായിട്ടൊരു ഔട്ടിംഗ് ഉണ്ട്, ഒരു കുഞ്ഞ് ഔട്ടിംഗ്. മോർണിംഗ് നമുക്കിവിടെ പാല് കിട്ടാൻ ടൈം ആയിട്ടില്ല. സോ ഞാൻ ജിഞ്ചർ ടീ ഇട്ട് കുടിക്കുന്നുണ്ട്. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും കുടിക്കുന്നു. ദെൻ അപ്പവും ചമ്മന്തിക്കറി ഇത് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പം ഞാൻ കഴിക്കുന്ന എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലാവും അപ്പത്തിൻ്റെ ഒരു പുളി ഉണ്ടായിരുന്നു. എന്തായാലും നമ്മളിന്ന് അംബ്രോഷ്യ അതിൽ വെച്ചാണ് കാണുന്നത്, ബേക്കറിയിലുള്ള അംബ്രോഷ്യ. 10 മണിയാകുമ്പോഴത്തേക്ക് ആര്യ എസും നയനയും വരും. ആര്യ എസ് എടുത്ത് പറയാൻ കാരണം ആര്യ എ ആർ എന്നൊരാളും നമ്മുടെ ക്ലാസ്സിലുണ്ട്. മുൻപ് കോളേജിൻ്റെ ഒരു അലൂമിനി മീറ്റപ്പിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ആര്യ എ ആറിനെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഫസ്റ്റ് ഇയർ മുഴുവൻ പഠിപ്പിച്ചെന്ന ആളിതാന്ന്. കാരണം ഉണ്ടല്ലോ, എനിക്ക് സ്വയം വായിച്ച് പഠിക്കാൻ കഴിവില്ലാത്തതാണോ എന്തോ പ്രശ്നമാണ്. എനിക്ക് കേൾക്കുന്ന കാര്യങ്ങളാണ് കുറച്ചുകൂടി ഈസിലി ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത്. സോ ഒന്നേ പഠിപ്പിക്കുന്ന ടീച്ചർ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ എനിക്കിത് വായിച്ചിടാൻ ആരെങ്കിലും ഉണ്ടാവണം, എന്നാൽ മാത്രമേ ഞാൻ കോഴ്സ് പാസ്സാവാറുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ ജസ്റ്റ് സ്കിൻ കെയറും പിന്നെ ഐബ്രോയും ലിപ്സ്റ്റിക്കും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് ആഡംബരമായിട്ട് ഒരുങ്ങുന്നില്ല. കാരണം ഞാൻ സ്കിന്നിലുള്ള ഗം കളഞ്ഞ് മടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടാവും ഒരു മേക്കപ്പ് വീഡിയോ. അത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കുറേ ഗമ്മും സ്റ്റോണും ഒക്കെ ആക്കി. അത് നല്ല പാടായി മാറ്റാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ലൂസ് പൗഡർ ജസ്റ്റ് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ആ ഒരു ഓയിൽനെസ് പോകാൻ വേണ്ടി. പെർഫ്യൂം കുറേ എടുത്ത് മണപ്പിച്ച് നോക്കുന്നുണ്ട് ഏത് വേണമെന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഏതോ എന്നിട്ടിട്ട് റെഡി ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ജസ്റ്റ് പോണിറ്റെയിലൊക്കെ കെട്ടി ഇറങ്ങുന്നുണ്ട്. ആര്യ എസ് കാനഡയിലുള്ളതാണ്. അപ്പോൾ അവളിപ്പോൾ അവധിക്ക് വന്നപ്പോഴത്തേക്ക് നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു. അപ്പോൾ ആവണി വരേണ്ടായിരുന്നു. ബട്ട് ആവണിക്ക് കാല് വയ്യാണ്ട. ഞാൻ ആവണി ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. കാരണം അവൾ സോറി പറയാൻ വന്ന ഡയലോഗ് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ആവണി ക്ലിനിക്കിൽ വന്നു തുടങ്ങി 2 ദിവസമായിട്ട്. അവൾക്ക് കാലിന് പ്രശ്നം ഉണ്ടായത് എനിക്ക് ഇടത്തേക്ക് അല്ലെങ്കിൽ അവൾക്ക് വലത്തേക്കല്ല. നമ്മൾ അസുഖം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ഷെയർ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് കേട്ടപ്പോഴത്തേക്കും. എനിവേസ് 2-3 വർഷം കൂടി ഞാനൊരു പാഠം പഠിച്ചു. നമുക്ക് 30 വയസ്സൊക്കെ ആയാലും ശക്തിയൊക്കെ പഴയ പോലെ കാണത്തില്ല. സോ സൂക്ഷിച്ചോളണം, അല്ലെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസ് ഇഷ്ടം പോലെയാണെന്ന്. 1-2 ഇയറിങ്സ് ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം ആദ്യം ഇട്ടതിന് ഒരു വെയിറ്റ് എനിക്ക് ഫീൽ ചെയ്തു. ബസ്സിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ വെയിറ്റ് ഉള്ള ഇയറിങ്സ് അധികം അങ്ങനെ ഇടാറില്ല എന്ന് പറയുന്ന കള്ളമായി പോകും. കാരണം പണ്ടൊക്കെ വലിയ ഇയറിങ്സ് ഒക്കെ ഇട്ട് പോകുമായിരുന്നു. ഇപ്പം ഇടത്തില്ല. ഇപ്പം നമുക്ക് കുറേ കൂടെ കംഫർട്ടബിലിറ്റി നോക്കും കേട്ടോ. പിന്നെ വീട്ടിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ട് റെഡി ആയിട്ട് ഇറങ്ങുന്നുണ്ട് എന്തായാലും. ഓക്കെ, ഒന്നും കണ്ടുകൂടാ. മാച്ചിന് ഇറങ്ങില്ല കൊച്ചേ. ബൈ. ഞാൻ ഗ്രാമ്പ് നോക്കട്ടെ. മലയൻകീഴ് വരെ ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ മലയൻകീഴ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തമ്പാനൂർ ബസ്സുണ്ട് ബേക്കറിയിലുള്ള. അതിൽ പോകാമെന്നായിരുന്നു ധാരണ. പക്ഷേ ഞാൻ അവിടെ ചെന്നിട്ട് 5 ബസ്സിന് യാത്രയാക്കി വിട്ടു. ഫാസ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ വിചാരിക്കും ഫാസ്റ്റിൽ തിരക്ക് കാണത്തില്ല, ഓർഡിനറി ആയിരിക്കും തിരക്കുന്നത്. പക്ഷേ എല്ലാത്തിലും തിരക്കായിരുന്നു. പിന്നെ ഞാൻ വേറെ വഴിയാണ് പോയത്. എന്നിട്ട് തമ്പാനൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അടുത്ത് ബേക്കറി ബസ് കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ തുപ്പാൻ പോയത് ഗ്രാമ്പ് ആയിരുന്നു. മുൻപ് ഞാൻ മൗത്ത് ഫ്രഷ്നേഴ്സ് യൂസ് ചെയ്തു, ഇപ്പോൾ യൂസ് ചെയ്യത്തില്ല. ആക്ട്രസ് ശില്പ ഷെട്ടിയുടെ വോട്ട്സ് ഇൻ മൈ ബാഗ് കണ്ട ശേഷം ഞാൻ ഏലയ്ക്ക ഗ്രാമ്പും ഒക്കെ ആക്കി എൻ്റെ മൗത്ത് ഫ്രഷ്നേഴ്സ്. പിന്നെ എൻ്റെ കൂടെ വരുന്ന ആൾ എനിക്ക് വേണ്ടി വരുന്നതല്ല, വേറെ ആവശ്യത്തിന് പോകുമ്പോഴത്തേക്കും നമ്മൾ ഒന്നിച്ചിറങ്ങിയതാണ്. നമ്മൾ എന്നിട്ട് തമ്പാൻ്റെ ബസ് കയറിയിട്ട് ബേക്കറി ഇറങ്ങുന്നുണ്ട്. ഞാൻ കൃത്യം 10 മണിക്ക് ബേക്കറി എത്തിയിട്ടുണ്ടായിരുന്നു. ഡാഡിയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ഗുണമാണ് ഈ പങ്ക്ച്വാലിറ്റി. കാരണം ഡാഡി പറയും എപ്പോഴും നമ്മൾ എത്തേണ്ട സ്ഥലത്തിന് 1/2 മണിക്കൂർ മുൻപ് 1 മണിക്കൂർ മുമ്പൊക്കെ എത്തുള്ളൂ. അങ്ങനെ കൊണ്ടിരുത്തി ശല്യമായിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ കൊണ്ടിരുത്തും വല്ലതുമൊക്കെ. അപ്പോൾ അംബ്രോഷിലെത്തി, നയനെ കണ്ടു. പിന്നെ നമ്മൾ നേരെ അകത്ത് കയറി. കാരണം വേറൊരാൾ വരാനുള്ള കാത്തിരുന്നിട്ട് നമുക്ക് AC ഇല്ലല്ലോ പുറത്ത്. പിന്നെ നിവൃത്തിയില്ലാതെ നമ്മൾ അങ്ങ് ആദ്യമേ അകത്ത് കയറിയിട്ട് കത്തിയടിച്ചിരുന്നു. അപ്പോൾ അവർ മെനു ഒക്കെ കൊണ്ടുവന്നിട്ട് മേഡം പറയുമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. പിന്നെ നമ്മൾ 2 ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുൾ ഗോസിപ്പാണ് കേട്ടോ. നമ്മൾ ആരെയും ഇല്ലാത്ത കാര്യമൊന്നും പറയത്തില്ല, ഉള്ള കാര്യം പറയത്തുള്ളൂ. നമ്മൾ നമ്മുടെ കാര്യങ്ങളാണ് പറയുന്നത് മെയിനായിട്ട്. നമ്മുടെ കാര്യങ്ങൾ, ഫണ്ണി മൊമെൻറ്റ്സ് പണ്ടത്തെ. പിന്നെ നമ്മൾ കുറേ പേരെയൊന്നും കാണില്ലല്ലോ. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് അറിയുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യും. പിന്നെ നമ്മുടെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുമായിരുന്നു. ഹെയറൊക്കെ നരച്ചു തുടങ്ങി, ഹെയർ കളറിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് നമുക്ക് 2 കുട്ടുന്നേരമുള്ള കഥകളൊക്കെ പറഞ്ഞിരിക്കുവാണ്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആര്യ വന്ന സമയമായപ്പോഴത്തേക്കും 10:23 ആയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നമ്മുടെ നോർമൽ ലൈഫൊക്കെ ഇത്തിരി ഡ്രൈ ആണ്. കാരണം നമുക്ക് വലിയ സ്വന്തമായിട്ട് എൻ്റർടൈൻമെൻറ്റ് എന്ന കാര്യങ്ങളൊന്നുമില്ല വീട്ടിലിരിക്കുമ്പോഴത്തേക്കായാലും, കരിയർ ആയാലും എന്തൊക്കെ ആയാലും. പക്ഷെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് വൈബ് വരും. പക്ഷേ നമുക്ക് കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. സോ എന്തോ ഇൻകംപ്ലീറ്റ് ആയൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. 2-2.5 മണിക്കൂർ നമ്മൾ പരസ്പരം കണ്ടുള്ളൂ. വന്നു നീല ഹെൽമെറ്റ് ഉള്ള ആളാണ്. 10 മണി എന്നുള്ളതിന് 10:30 10:23 എന്തോ ആയപ്പോഴത്തേനും വന്നിട്ടുണ്ടായിരുന്നു. ആര്യ എസ് ആണ് ഇത് കേട്ടോ. ഇവളെ മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് മറ്റേ അലുമിനി മീറ്റപ്പിന്, നമ്മുടെ കല്യാണം വ്ളോഗിലും ഒക്കെ അവൾ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്തുന്നുണ്ട് അവള്.
ആര്യ ആഹാർ റേഡിയോയിലെ RJയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അവൾ ഇത്തിരി സൈലൻ്റ് ആയതിന് കാരണം ക്യാമറ ഫ്രണ്ടിൽ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഇങ്ങനെയൊന്നുമല്ല, ഭയങ്കര സംസാരമാണ്. ഞാൻ അംബ്രോഷിയിൽ നിന്ന് കേക്ക് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ആര്യസാണ് പറഞ്ഞാൽ ഇവിടെ കൊള്ളാം, നല്ല ഫുഡ് ഉണ്ട് എന്ന് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാനും നയനയും ബർഗർ വാങ്ങിച്ചു, ചിക്കൻ ബർഗർ. ആര്യസ് സാൻഡ്വിച്ച് വാങ്ങിച്ചു. സാൻഡ്വിച്ച് വാങ്ങിച്ചതിൽ നമുക്ക് ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് പറയാനുണ്ട്. നല്ല വൻപൻ ട്വിസ്റ്റ് ആയിരുന്നു എന്തായാലും. കഴിക്കാൻ പറ്റുന്നില്ല. ഇവരാണെങ്കിൽ എൻ്റെ അടുത്ത് ചെയ്തൊരു സംസാരം എന്തോ ഇവരൊന്നും രണ്ടാമത് എനിക്ക് ഇച്ചിരി വാങ്ങണമെന്നുണ്ട്. അടുത്തിരുന്ന് ആവണി അതാണെങ്കിൽ ഒന്നും കഴിക്കുന്നില്ല. ഇവളും ഉണ്ടായിരുന്നു, ഇവളും കഴിക്കുന്നില്ല. ഞാൻ ഇപ്പുറത്തില്ല, ഞാൻ വ്ലോഗ് എടുക്കുന്നു. ആരും എൻ്റെ അടുത്തിരുന്ന ഒരു പങ്ക് കഴിക്കുന്നില്ല. വെയിറ്റ് ലോസ് ഡയറ്റിലായിരിക്കുമ്പോഴത്തേക്ക് നമുക്കിതൊക്കെ കഴിക്കാമോ, ചീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് കൺട്രോളബിൾ അല്ലാണ്ട് പോകത്തില്ല എന്നൊക്കെ ഒരു ഡൗട്ട് ആണ്. നമുക്ക് ഇങ്ങനെ കഴിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇത് ആ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അധികം കട്ട് ചെയ്യരുത്. പിന്നെ നമുക്ക് ഒരു നേരത്തെ ഫുഡിൽ നേരെ ഫ്രൂട്ട്സിലോട്ട് പോകും. ഞാൻ രാത്രി പപ്പായാണ് കഴിച്ചത് ഡിന്നറിന്. സോ നമുക്ക് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് 5 കിലോയും കൂടെ കുറയ്ക്കാനുള്ളൂ. 10 കിലോ കുറയ്ക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വിജിലൻ്റ് ആയിരുന്നു. നമുക്ക് സാൻഡ്വിച്ചിൻ്റെ ട്വിസ്റ്റ് കാണാവുന്നതാണ്. നമുക്കിവിടെ തമിഴ് പറ പറയണമല്ലോ, അയാൾ തന്നെ വീഡിയോയിലും പറയാം. ഞാൻ കണ്ടില്ല, ഞാൻ കണ്ട് പാവാടി ഇതിനെ പോയി തലയടിച്ചു. ഹെയർ കിടന്ന കാര്യം സോൾവ് ആക്കി, മീൻസ് പൈസ വാങ്ങിച്ചില്ല, വേറെ ഫുഡ് തരാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ മുടി കിടക്കുമ്പോഴത്തേക്കും നമുക്ക് അത്ര സുഖമായിട്ട് തോന്നത്തില്ല. കാരണം ഹോസ്റ്റലൊക്കെ കിട്ടുമ്പോഴത്തേക്കും എനിക്ക് ആദ്യമൊക്കെ കിട്ടുമ്പോൾ വലിയ പ്രശ്നമായിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ളവരെ ഹെയർ കിടക്കുമ്പോഴത്തേക്കും നമുക്ക് വലിയ പ്രശ്നം തോന്നത്തില്ല, നമ്മളെടുത്ത് മാറ്റിയിട്ട് ഫുഡ് കഴിക്കും. പക്ഷെ അന്യരുടെ കിടക്കുമ്പോഴത്തേക്ക് എനിക്കത് പ്രശ്നം തന്നെയാണ്. പാവം ആര്യ എന്തായാലും അവളത് കഴിച്ചിട്ടുണ്ടായിരുന്നു കുറേ ഭാഗം, എന്നിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും നയനെ ആരും കൂടെ ഒരു റീൽ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം. പിന്നെ നയന പെട്ടെന്ന് പോയി, കാരണം നയനയ്ക്ക് മോനെ വിളിക്കാനുണ്ടായിരുന്നു 2 മണിക്ക് പോയിട്ട്, 2 മണിക്കല്ല 1 മണിക്ക്. അപ്പോൾ അതിനുശേഷം ഞാൻ ആരെയും കൂടെ താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേന് നമ്മൾ അവിടെ ഒരു സ്ഥലം കണ്ടു, എന്തോ ബർഗർ ലോഞ്ചോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, അതിനടുത്ത് നല്ല വൈബുള്ള സ്ഥലം റീലെടുക്കാൻ. പിന്നെ നമ്മൾ നേരെ അവിടെ കയറി കോഫി കഴിച്ചു. അവൾക്ക് കോഫി കഴിക്കണമായിരുന്നു, ഞാൻ പിന്നെ കോൾഡ് കോഫി കുടിച്ചതാണ്. ദെൻ അവിടെ നിന്ന് റീലെടുക്കുന്നുണ്ട്. എൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഡയലോഗ് ഫുൾ മറന്നു പോകും, ഫുൾ തെറ്റിക്കും. ഒരു റീൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, അപ്പോൾ ബാക്കിയുള്ള റീലും വരുന്നതാണ് ഭാവിയിൽ. അവളുടെ അക്കൗണ്ട് ഇടും, കാരണം അവളുടെ ഫോണിലാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ എന്നെ ടാഗ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എടുത്തിട്ട് ഇവിടെ ഇടാൻ നോക്കുക. പിന്നെ ഭയങ്കര കോപ്പിറൈറ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എൻ്റെ ലിഡിയ മെർലിൻ റോസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ ഇത് കാണും കേട്ടോ. എനിക്ക് 3 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, 1 പ്രൈവറ്റ്, 2 പബ്ലിക്. പിന്നെ ഞാൻ ബേക്കറി വന്നിട്ട് അവിടെ നിന്ന് ബസ് കയറിയിട്ട് ഈസ്ഫോർട്ട് ഇറങ്ങുന്നുണ്ട്. ഈസ്ഫോർട്ട് ഡാഡി എന്നെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു. എന്നെ കൃത്യം കാത്ത് നിന്നെന്ന് പറയാൻ പറ്റില്ല, 1 മണിക്കൂർ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാഡി മെഡിസിൻ വാങ്ങിക്കാൻ വന്നതാണ്. അതിനുശേഷം നമ്മൾ രാമചന്ദ്രനിൽ പോയി, കാരണം എനിക്ക് ബേബി കോൺ അങ്ങനെ ഇവിടെ കിട്ടലില്ല. ബേബി കോൺ മീൻസ് സ്വീറ്റ് കോൺ. അത് നമുക്കിങ്ങനെ അല്ലി ഇളക്കിയിട്ട് സ്റ്റീമറിൽ വെച്ച് വേവിച്ച് കഴിച്ചാൽ നല്ലതാണ് വെയിറ്റ് ലോസിന്. പിന്നെ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റും ഇഷ്ടമാണ്. നമുക്ക് വേണമെങ്കിൽ ചാട്ട് മസാലയൊക്കെ ഇട്ട് കുറച്ചുകൂടെ ഒന്ന് കൊഴിപ്പിക്കാം. പക്ഷേ ഞാൻ അങ്ങനെ തന്നെ കഴിക്കുന്നുണ്ട്, എനിക്ക് ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട്. പിന്നെ ഡാഡി ജെൻസിൻ്റെ സെക്ഷനിൽ ചപ്പൽസ് നോക്കുന്നുണ്ട്. ബാറ്റയുടെ ചപ്പൽ മാഷ് ഇടത്തുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് ഉദ്ദേശിച്ച ചപ്പൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ നടക്കുന്നത് എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് പറഞ്ഞ് നടക്കുന്നതാണ് കേട്ടോ. ബിരിയാണി ഒന്നും കിട്ടിയില്ല. ഇവിടെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. നല്ലൊരു വലിയ സെക്ഷൻ തന്നെ ഈ സാൻഡിൽസിനുണ്ട്. എസ്പെഷ്യലി ഗേൾസിന് നല്ല കളക്ഷൻ ഉണ്ട്. പക്ഷേ കാലിൽ പൊട്ടലും പ്രശ്നവും മറ്റേ ഷൂ പൈസിൻ്റെ ഇഷ്യൂ ഉള്ളവർക്ക് കളക്ഷൻ കുറവായിരിക്കും. ബാക്കി അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് നിറയെ കളക്ഷൻസ് ഉണ്ട്. അഫോർഡബിൾ റേഞ്ചിലൊക്കെ ചപ്പൽസ് കിട്ടുന്നതാണ് ഇവിടെ. പാർട്ടി വെയർസും എല്ലാ ടൈപ്പ് ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ബൂട്ട് കാണുമ്പോഴത്തേക്ക് ആ സൈഡിലോട്ട് പോകും, കാരണം ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് പെട്ടെന്നൊരു ബൂട്ട് സ്നേഹം വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു ഷൂ കാണിക്കുന്നുണ്ട്, എൻ്റെ ഹൈറ്റ് നോക്കി എന്തോരം ഹൈറ്റ്, അത് കുറേ ഇരിക്കുന്നുണ്ട്. പിന്നെ പ്രൈസ് ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ. ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് വെഡ്ജസ് ടൈപ്പ് ആയതുകൊണ്ട് ഹൈറ്റ് കുറഞ്ഞവർക്ക് സുഖമായിട്ട് ഇടാൻ പറ്റുന്നതാണ്. പിന്നെ തക്കട പിക്കട റോഡിൽ ഇടാൻ പാടായിരിക്കും. കോളേജിൽ വെച്ച് ഞാൻ ഇതുപോലത്തെ പാറ്റേണിലുള്ള ഷൂ ഇടുമായിരുന്നു, കാരണം ഇതിന് നല്ല കുഷനുണ്ട്, താഴെയും മണ്ടയില്ല. അപ്പം ബസ്സിൽ കയറുമ്പോഴത്തേക്കും ചവിട്ടിയിട്ടാലും വലിയ പ്രശ്നമില്ല. നമുക്ക് കോളേജിൽ ഒത്തിരി നേരം നിൽക്കണം, OP IP ഒക്കെ ആയിട്ട് കാലം നല്ല വേദനിക്കും. അപ്പോൾ അടിയിൽ കുഷനുള്ളതുകൊണ്ട് സോളിലുള്ളത് കൊണ്ടും വലിയ പ്രശ്നമില്ല കേട്ടോ. പിന്നെ ബാക്കി സാൻഡൽസൊക്കെ ഞാൻ ചുമ്മാ ഷൂട്ട് ചെയ്യാണ്, കാരണം ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് നല്ല ക്യൂട്ട് ലുക്കില്ല, അതുകൊണ്ട് വാങ്ങിച്ചല്ല നോക്കിയതാണ്. പിന്നെ അതിനുശേഷം ഞാൻ ഫാൻസി പോകുന്നുണ്ട്. ഫാൻസിയിൽ എനിക്ക് ഫേക്ക് ലാഷ് വില കുറച്ച് കിട്ടും. ഫേക്ക് ലാഷ് നമ്മൾ ബ്രാൻഡൊക്കെ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ സ്വിസ് ബ്യൂട്ടി ആയപ്പോൾ 89 രൂപയ്ക്ക് വരും. ഇവിടെ നമുക്ക് ഒരു 40 റേഞ്ചിനൊക്കെ കിട്ടും, 40, 20 ആ റേഞ്ചിലൊക്കെ എനിക്ക് ഫേക്ക് ലാഷ് കിട്ടും. യൂട്യൂബിൽ ജനുവരി ആയപ്പോഴത്തേക്കും വ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലോട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ മേക്കപ്പ് വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് ലാഷ് ആവശ്യമുണ്ട്. സോ ഞാൻ കുറച്ച് ലാഷ് വാങ്ങിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നേരെ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ അവിടെ പോകുന്നുണ്ട്.
അവിടെ നിന്ന് സ്വീറ്റ് കോൺ വാങ്ങിക്കണം. അപ്പോൾ ഞാൻ നിൽക്കുന്ന ലുക്ക് കൊള്ളസംഘത്തലവനെ പോലെ നിൽക്കുന്നതിന് കാരണം വേറൊന്നുമില്ല, ആ പച്ചക്കറി ഇല്ലേ അവിടെ അവരെന്തോ വെച്ച് തുടയ്ക്കും. ആ തുടയ്ക്കുന്ന സാധനമില്ലേ ആ എന്തോ എനിക്ക് പ്രശ്നമാണ്, ഭയങ്കരമായിട്ട് തുമ്മും. സോ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ദെൻ ഞാനൊരു സാധനം വാങ്ങിക്കുന്നുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസിൻ്റെ സമയത്ത് വേണം മധുരം അത്യാവശ്യമെങ്കിൽ ഇതുപോലത്തെയൊക്കെ കഴിക്കാവുന്നതാണ്. എന്നാലും വെറുതെ വാരിക്കോരി കഴിക്കാന്നല്ല, ഡെസേർട്ടായിട്ട് കഴിക്കാം. പിന്നെ കാലറി നമ്മൾ ശ്രദ്ധിച്ചോളണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കി അറിയാൻ പറ്റും. ജാഗ്രിയാണ്, ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ വേറൊന്നും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, വാങ്ങിച്ചു നോക്കിയാണ് ആദ്യമായിട്ട് കേട്ടോ. ഞാൻ ഇത് സെസമിയുടെ മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടപ്പോഴത്തേക്ക് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. അതിനുശേഷം വളരെ ഹെൽത്തി ആയിട്ട് ഞാൻ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്, കോൺ ഐസ്ക്രീം അമുലിൻ്റെ. ഞാനിത് കാലറിയൊക്കെ ഭയങ്കര കൈവിട്ട് 2000 കാലറി അങ്ങനെ പോകാനൊന്നും വിടത്തില്ല കേട്ടോ. എന്തൊക്കെയായാലും പുറത്ത് പോകുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഫുഡ് നമ്മൾ എന്തായാലും കഴിക്കുന്നതിൽ തെറ്റുണ്ടെന്നല്ല, എന്നും കഴിക്കാതിരുന്നാൽ മതി. മാസത്തിൽ 1, 2, 3, 4 മാക്സിമം കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ ദിവസം പകരം നല്ലപോലെ നടക്കും. അല്ലെങ്കിൽ നമുക്കൊരു ഗിൽറ്റ് വരും. വെയിറ്റ് ലോസ് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കഴിച്ചാൽ ആ ഗിൽറ്റ് മാറാൻ വേണ്ടി നല്ലോണം നടന്നിട്ട് അത് കോമ്പൻസേറ്റ് ചെയ്യുന്നു കേട്ടോ. പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫിഗർ ഇറങ്ങാനായി തെറ്റാവും. അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ബസ് കയറിയിട്ട് മലയൻകീഴ് ഇറങ്ങി. മലയൻകീഴിൽ നമുക്ക് വീട്ടിലോട്ട് വരാൻ പറ്റും കേട്ടോ. ഇത് താഴത്തെ സെക്ഷനാണ്, ഡ്രസ്സൊക്കെ ഉണ്ട്. ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നില്ല. ഞാൻ വെറൈറ്റി ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ സ്പോട്ടിൽ നിന്ന് മലയൻകീഴ് ബസ് കയറിയിട്ട് മലയൻകീഴേക്ക് പോവാം. ഈ കാണുന്നതാണ് തിരുവനന്തപുരം സിറ്റിയുടെ ഒരു ഭാഗം, മെയിൻ ഭാഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത് ഈസ്റ്റ് ഫോർട്ട് എന്ന തമ്പാനത്തേക്ക് പോകുന്ന വഴിയാണ്, ഓവർ ബ്രിഡ്ജ് വഴി വരുന്ന വഴിയാണ്. അപ്പോൾ ഇത് ഞാൻ കാണാത്തവർക്ക് വേണ്ടി പറഞ്ഞു കേട്ടോ, അറിയുന്നവർക്ക് വേണ്ടിയല്ല പറയുന്നത് എന്തായാലും. അപ്പോൾ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും തമ്പാനം എന്ന് പറയുമ്പോഴത്തേക്കും സിറ്റി എന്ന് വിചാരിക്കും, പക്ഷേ ഈസ്റ്റ് ഫോർട്ടും മെയിൻ ഒരു പ്ലേസ് ആണ്. ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ ഈസ്റ്റ് ഫോർട്ടിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് കേട്ടോ. മലയൻകീഴ് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് നടക്കുന്നുണ്ട്, കാരണം നടക്കും മാക്സിമം, പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ട്, ഞാൻ ആവണിയെ കണ്ടുമുട്ടുന്നുണ്ട്. ആവണി ഇന്നലെ തൊട്ട് ക്ലിനിക്കിൽ വന്നു തുടങ്ങി, കാല് വയ്യാണ്ടിരിക്കുകയാണ് പാവം. എന്തായാലും തന്നെ അവിടെ പോയി കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞു. എത്ര ടക്ക് ടക്ക് ടക്കൊക്കെ കേട്ടു. കാല് വയ്യാണ്ടായപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു വേദന, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. നമുക്ക് ഒരുപാട് സിമിലർ കാര്യം പറയാനുണ്ടല്ലോ, അപ്പോൾ നമ്മൾ അതൊക്കെ പറ്റി പറയുമായിരുന്നു. ഇപ്പം നമ്മൾ ചിരിച്ചുകൊണ്ടൊക്കെ പറയുന്നെങ്കിൽ അത് അനുഭവിക്കുമ്പോൾ വലിയ സുഖം എന്നുള്ള കാര്യമല്ല കേട്ടോ. ഇപ്പോൾ ഞാനായാലും അവളായാലും കാര്യം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചിരിച്ചുകൊണ്ടൊക്കെ പറയുന്നതാണ്. പിന്നെ നേരെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം വേറെ ഒന്നുമില്ല, കുളിക്കുന്നുണ്ട്, പപ്പായ കഴിക്കുന്നുണ്ട്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ എഡിറ്റ് ചെയ്തില്ല. ഇന്ന് വരുന്നതിൻ്റെ അന്ന് തന്നെ എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ.